ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അമ്മച്ചിയുടെ വീട്ടിലുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഒരുങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഇവിടെ. ഓട്ടോ വരും. ഓട്ടോയിലാണ് ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങി സെറ്റായിട്ടിരുന്നു. ഒരു 5:45 ആയപ്പോൾ ഓട്ടോ വന്ന് ഓട്ടോയിൽ കയറി ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പം അത്ര മഴയൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി ചാറ്റൽ മഴയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മഴയുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി എനിക്ക് ഹായ് ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഹായ് പറയാൻ. അപ്പം അമ്മച്ചി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പച്ചനോടും പറഞ്ഞൊരു ഹായ് പറയാം. അപ്പോൾ അപ്പച്ചൻ 2 കൈയും വെച്ച് ഹായ് തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്നതിൻ്റെ കുശലം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ മമ്മി അതിൻ്റെ ഇടയ്ക്ക് പോയി കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കപ്പ വേണ്ട, എനിക്ക് കപ്പ അങ്ങനെ ഇഷ്ടമല്ല. കൊച്ചും മമ്മിയും കൂടാണ് കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ കഴിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മച്ചിക്ക് നെയിൽ പോളിഷ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സുന്ദരിയായിട്ട് പോട്ടെ. ഞാൻ ആദ്യം പിങ്കാണ് അടിച്ചത്. പിങ്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മായ്ച്ചിട്ട് ഞാൻ മെറൂൺ അടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിച്ചു. ഇവിടെ ബീഫ് ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ ബീഫാണ് എടുത്തത്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ TV കാണാനായിട്ടിരുന്നു. മെയിനായിട്ട് അപ്പച്ചനാണ് കാണുന്നത്. ഞാൻ അമ്മച്ചിയോട് വെള്ളത്തെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞതാണ്. അമ്മച്ചി അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അരങ്ങേറ്റത്തിന് പോവാണ്. എൻ്റെ കസിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി ഞങ്ങൾ 3 പേരും കൂടി വന്നതാണ്. അങ്ങനെ ഞാനൊന്ന് മുടിയൊക്കെ ഒന്നും കെട്ടിയില്ല, ചുമ്മാ മിറർ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് എൻ്റെ കണ്ണിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി മുറ്റത്തിൻ്റെയൊക്കെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നു. ചന്ദ്രനൊക്കെ ഉദിച്ച് നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി, അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്, ഇങ്ങോട്ട് വന്ന് കുരച്ച്. അപ്പം ഞാൻ ഫോട്ടോ എടുത്തപ്പം ഫ്ലാഷ് ലൈറ്റ് ഓണായിരുന്നു. അപ്പം ആ പട്ടിയുടെ കണ്ണിൽ ആ വെട്ടത്തിൻ്റെ ആ ഒരു, നിങ്ങൾ കണ്ടല്ലോ ആ സാധനം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, 8:30 വന്നത്. അപ്പോൾ ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ടോ. 8:30 അരങ്ങേറ്റം കാണാൻ വന്നു. ഇത് അവരാണ് കേട്ടോ. അവർ ഞാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ അരങ്ങേറ്റം തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ സൂപ്പറായിരുന്നു കേട്ടോ. നന്നായിട്ട് അവർ ചെയ്തു. നമുക്കങ്ങ് കണ്ടിരുന്ന് പോവും. അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആയി കാണും. പക്ഷേ ഈ പുറത്തിങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ടായിട്ടോ. നല്ലൊരു അന്തരീക്ഷം, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോ ഒക്കെ വന്നു. ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി. ഇത് ബാത്റൂമിലെ കണ്ണാടിയാണ്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങി. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എഴുന്നേറ്റു. ഇപ്പോൾ ഏതാണ്ട് സമയം 6 മണിയായി. ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. അപ്പം ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവും. ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അതായത് 12 മണി വരെയോ എനിക്കറിയത്തില്ല. എന്തായാലും നിൽക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കാണിക്കും ഞാൻ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കുഴഞ്ഞേട്ടോ. ഞാൻ കുഴഞ്ഞതല്ല, ഉറക്കം ക്ഷീണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് അങ്ങനെ കൂടുതലായിട്ട് എടുത്തില്ല. പിന്നെ ക്ലാരിറ്റിയും കുറവായിരുന്നു. ഇനി എന്താ ഇതാന്ന് തോന്നുന്നു എൻ്റെ ബ്രഷ്. ഇതാണ് എൻ്റെ ബ്രഷ്. ഫ്ലാഷ് ലൈറ്റ് ഓണാണ് കേട്ടോ. അങ്ങനെ തോന്നുന്നത്. നമുക്ക് പല്ലിക്കാം. ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങി. ഈ പുറകു വശത്തോട്ട് ഞാൻ ഇന്നലെ ഇറങ്ങിയത് പോലും ഇല്ല. ഇനി പേസ്റ്റ് എടുക്കണം. തോന്നിട്ട് ഇതാണ് പേസ്റ്റ്. ഇവിടെ ഇലിമ്പിക്കുണ്ട് കണ്ടോ.
എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ തലയ്ക്ക് താഴോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോയിൽ. ഞാനാണെങ്കിൽ എൻ്റെ ഫുൾ ബോഡി കാണാമെന്നുള്ള രീതിയിലാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനത് മനസ്സിലാക്കിയപ്പം അതങ്ങ് ഓഫ് ചെയ്തു. അമ്മച്ചി നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ ഇന്നലെ കാറ്റത്ത് ആ മരം ഇച്ചിരി താന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇങ്ങനെ നേരെ പിടിച്ച് വെക്കുന്ന രംഗമാണ് നേരത്തെ കണ്ടത്. പിന്നെ ഞാൻ പല്ല് തേച്ചു. അമ്മനെ കാണാമോ? നമ്മൾ പല്ലേച്ച് സെറ്റായിട്ടൊക്കെ വന്നു. ഇനി ചായ കുടിക്കണം. ഇതൊന്നും കുട്ടി എടുത്ത് വെക്കത്തില്ല. ഇത് കണ്ടോ? അപ്പോൾ ഞാൻ പല്ലേച്ച് സെറ്റായിട്ട് ഇങ്ങനെ പുറത്ത് ചുമ്മാ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, ഒന്നുമില്ല. കൂട് മാത്രം അവശേഷിക്കും. കണ്ടോ, ഇതിനകത്തൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ 2 റിങ്ങൊക്കെ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ഇല്ല. തിരിച്ച് വീട്ടിൽ പോവും. ഞാൻ മുഖത്ത് ക്രീം പരട്ടി കാണാമോ? കാണത്തില്ലല്ലോ, സുന്ദരിയായില്ലോ ഞാൻ. രാവിലെ അമ്മച്ചി മാങ്ങ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇത് പച്ചമാങ്ങയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു. ഇത് മമ്മി ഇട്ട ചായയാണ്. അങ്ങനെ ചായ കുടിച്ചു. ഞാൻ ഈ കിടന്ന് പരക്കുന്നത് ഫോൺ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കാനായിട്ടാണ്. അങ്ങനെ ചാരിയൊക്കെ വെച്ച് ഞാൻ ചായ കുടിച്ചു. പെയിൻ ചിപ്പും ഓയിലും എടുത്തുകൊണ്ട് ഞാൻ പെയിൻ ചീപ്പാനായിട്ട് പോവാണ്. ഫ്ലാഷ് ലൈറ്റ് ഓണ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കാം. പെയിൻ ചീപ്പാൻ പോവാണ് ഗൈസ്. ഓക്കെ, പെയിൻ ചീപ്പി ഗൈസ്. ചീപ്പി കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും അമ്മച്ചിയും കൂടെ പുറത്തിരുന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞത് ഹായ് പറയാൻ. അപ്പോൾ അമ്മച്ചി ഹായ് പറഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പൂരിയും ബീഫ് കറിയായിരുന്നു. തലേന്നത്തെ ബീഫ് കറി. ഞാൻ പൂരി ഒരെണ്ണം കഴിച്ചതേ ഉള്ളായിരുന്നു. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചു. പിന്നെ അപ്പച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് പുഴുങ്ങിയ പഴവും മുട്ടയായിരുന്നു. ഇവിടെ TV ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അത് ശരിയാക്കി കൊടുത്തു. അമ്മച്ചി അവിടെ തുടച്ചപ്പോഴത്തേക്ക് കേബിളൊക്കെ തുടച്ചപ്പോഴത്തേക്ക് ആൾ റെഡിയായി. പിന്നെ ഈ അമ്മച്ചി ഇങ്ങനെ പറയുന്നത് വെള്ളത്തിൽ ഇടുന്ന ഒരു ടൈപ്പ് തടിയാണ്. വെള്ളത്തിൽ ഇടുന്ന നല്ല റെഡ് കളറിലിരിക്കും. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഓക്കെ, ബൈ.